പീഡന കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നൊരു ഡെവലപ്മെന്റ് ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ നീതി വൈകുന്നതിനെതിരെ അതിജീവിത ഡോക്ടർ KV പ്രീതിക്കെതിരെ നൽകിയ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തത് പ്രതികളെ സംരക്ഷിക്കാനാണ് എന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുന്ന ആരോഗ്യമന്ത്രി നീതി തേടിത്തരാൻ ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് അതിജീവിതയ്ക്ക്. റിപ്പോർട്ട്. ഡോക്ടർ KV പ്രീതി മൊഴി തെറ്റായി രേഖപ്പെടുത്തിയെന്നായിരുന്നു അതിജീവിത പോലീസിന് നൽകിയ പരാതി. ഇതിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. എന്നാൽ റിപ്പോർട്ട് പരാതിക്കാരിക്ക് കൈമാറാൻ പോലീസ് തയ്യാറായില്ല. പ്രീതി പ്രതിയെ സംരക്ഷിക്കുന്നു, പ്രീതിയെ സർക്കാർ സംരക്ഷിക്കുന്നു. എനിക്ക് ഒരു പുനരന്വേഷണം വേണമെങ്കിൽ ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടണം. ഈ റിപ്പോർട്ട് കിട്ടാതെ എനിക്ക് കോടതിയിൽ പോലും പോകാൻ കഴിയില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അപ്പം അത് അവിടെ പിടിച്ചു വെക്കുകയാണ്. ഇനി ആരടുത്ത് ഞാൻ പോകാനില്ല. എല്ലാ ഓഫീസിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രീതി ഡോക്ടറെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്? ഈ അതിജീവിതൻ്റെ ഒപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ എനിക്കൊപ്പമല്ല നിൽക്കേണ്ടത്. ആരോഗ്യമന്ത്രി വാക്ക് പാലിച്ചില്ലെന്ന് അതിജീവിത. ഞാൻ ഒരു വക്കീലിന് മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വക്കീലിനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം, അയാൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു വേദന എന്താ? ഒരു സ്ത്രീ എന്ന നിലയിൽ ആരോഗ്യമന്ത്രിക്ക് ആ വേദന മനസ്സിലാവോ? അവരും ഒരു അമ്മയല്ലേ, ഒരു സഹോദരിയല്ലേ, അതിലുപരി സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ. സർക്കാർ സംവിധാനങ്ങൾ കണ്ണടച്ചാലും നിയമത്തിന്റെ വഴിയിൽ പോരാട്ടം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്. സിനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ്, എന്താണ് അതിജീവിത പറയുന്നത്? ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ഈ KV പ്രീതിക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ അനീതിക്കൊപ്പം ഈ അതിജീവിത നിലയുറപ്പിക്കുന്നത് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് അതിജീവിത നമ്മളോട് പറയുന്നത് ഈ കേസിൽ? സർക്കാർ തനിക്കൊപ്പമല്ല എന്ന നിലപാടാണോ അതിജീവിത ആവർത്തിക്കുന്നത്? തീർച്ചയായും അങ്ങനെയാണ് അരുൺകുമാർ. കാരണം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഈ ICU പീഡനം നടക്കുന്നത്. ഒരു വർഷത്തിലേറെയായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിജീവിത തുടരുകയാണ്. ഏറ്റവും ഒടുവിലാണ് അതിജീവിതയ്ക്ക് വേണ്ടി അനുകൂല മൊഴി നൽകിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയെ സർക്കാർ മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റുന്നു. ഹൈക്കോടതി ഇടപെട്ട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ തിരികെ നിയമിക്കുന്നു. പക്ഷേ ഏറെ നിയമ പോരാട്ടവും വിവാദവും സമരത്തിന് ശേഷമാണ് അത് സർക്കാർ അംഗീകരിക്കുന്നത് തന്നെ. അതിന് പിന്നാലെയാണ് അതിജീവിത വീണ്ടും സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ആരോഗ്യമന്ത്രി പറയുന്നത് അതിജീവിതയ്ക്ക് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ആവർത്തിക്കുന്നു. അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് അവർ ആവർത്തിക്കുന്നു. പക്ഷേ അതിൽ വിശ്വാസമില്ല എന്നാണ്, മന്ത്രി വാക്ക് പാലിക്കുന്നില്ല എന്നാണ് അതിജീവിത പറയുന്നത്. കാരണം അവർ എടുത്തു പറയുന്ന കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി ഇവരെ പരിശോധിച്ചിരുന്നു, ശാരീരിക പരിശോധന നടത്തിയിരുന്നു. അവർക്ക് നൽകിയ മൊഴി തെറ്റായി രേഖപ്പെടുത്തി എന്നാണ് ഈ അതിജീവിതയുടെ പരാതി. ആ പരാതി രേഖാമൂലം പോലീസിൽ നൽകിയിരുന്നു. പോലീസ് മെഡിക്കൽ കോളേജ് ACP അന്വേഷിക്കുകയും ഈ അതിജീവിതയുടെ പരാതിയിൽ, അതായത് ഗൈനക്കോളജിസ്റ്റ് മൊഴി തെറ്റായി രേഖപ്പെടുത്തിയെന്ന അതിജീവിതയുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയുടെ പരാതി തള്ളുകയാണ് ചെയ്തത്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പി തനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവിത മാസങ്ങളായിട്ട് പല സർക്കാർ സംവിധാനങ്ങളിൽ കയറിറങ്ങിയാണ്. മുഖ്യമന്ത്രിയെ കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു, DGPയെ കണ്ടു, കമ്മീഷണറെ കണ്ടു, പല ആളുകളെ കണ്ടെങ്കിൽ കൂടി ഇതുവരെ ആ അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ വേണ്ടി ഉദ്യോഗസ്ഥ ആളുകൾ തയ്യാറായിട്ടില്ല. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കോടതിയിൽ പോയി നിയമപരമായി പോരാട്ടം നടത്തുന്നതിന് തടസ്സമുണ്ടെന്നാണ് അതിജീവിത പറയുന്നത്. ഈ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റിപ്പോർട്ട് നൽകാതെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് അതിജീവിത ചോദിക്കുന്നത്. കാരണം ഈ ICU പീഡനത്തിന് ശേഷം അറ്റൻഡറാണ് ഈ അതിജീവിതയെ പീഡിപ്പിക്കുന്നത്. അതിനുശേഷം 5ഓളം വരുന്ന യൂണിയന്റെ നേതാക്കൾ അവിടെ എത്തുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഈ കേസിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും അതിന് അനുകൂലിച്ച് നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിജീവിതയെ അനുകൂലിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടിയും പ്രതികാര നടപടിയും ഉണ്ടാകുന്നു എന്നാണ് അതിജീവിതയുടെ ആരോപണം. ആരോഗ്യമന്ത്രി പലവട്ടം പറഞ്ഞതാണ് തനിക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും താൻ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇരയായ താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നിയമപരമായിട്ടുള്ള നീതി നേടിയെടുക്കാൻ വേണ്ടി സർക്കാർ ഒപ്പം നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള നിയമപരമായ പോരാട്ടം തുടരുകയാണെന്നാണ് അതിജീവിത പറയുന്നത്. അരുൺകുമാർ. ഓക്കെ സിനോജ്, എന്തായാലും അതിജീവിത പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കേസിൽ തനിക്കൊപ്പമാണ് എന്ന് ആദ്യം ധരിച്ചുവെങ്കിലും തനിക്കൊപ്പമല്ല ഈ സർക്കാർ എന്ന് പറയുന്നു. തുടർച്ചയായി അതിജീവിത ഇപ്പോൾ സർക്കാരിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നേരത്തെ അനീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും നഴ്സിന് പുനർനിയമനം നൽകാത്തതിൽ അതിജീവിത ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടി അതിജീവിത സർക്കാരിനെതിരെ തിരിയുന്നു. സിനോജാണ് വാർത്ത നൽകിയത് കോഴിക്കോട് നിന്നും.